അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വബിഹംസത്തിൽ ഖറാരി അമ്മിൽ മുസ്തഫ അസദുലില്ലാഹി സയ്യിദുശ് ശുഹദാഇ. ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് വഅൽബസുഹു ഫീ ഖിൽഅത്തിൽ ജമാലിൽ ലതീ ലം യുൽബിസുഹാ അഹദ എന്നുള്ളതാണ്. അല്ലാഹു തആല അയകിൻ്റെ സ്ഥാനവസ്ത്രങ്ങളെ, എങ്ങനത്തെ അയകിൻ്റെ സ്ഥാനവസ്ത്രങ്ങളാണ്? ഒരാളെയും അവൻ ധരിപ്പിച്ചിട്ടില്ലാത്ത അത്രയും നല്ല മുന്തിയ അയകിൻ്റെ സ്ഥാനവസ്ത്രത്തെ അല്ലാഹു തആല ആ പ്രവാചകരെ ധരിപ്പിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അടുത്തതായി പറയുന്നത് ഫവുലിദ ബിവജ്ഹിൻ അഖ്ജല ഖമറൻ വഫർഖദ. മാഷാ അല്ലാഹ്, നല്ല വാക്ക്. ഫവുലിദ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു. ബിവജ്ഹിൻ, ഒരു മുഖത്തോടുകൂടി. എങ്ങനത്തെ മുഖം എന്നറിയോ? അഖ്ജല, നാണിപ്പിക്കുന്നതായ മുഖം. ഖമറൻ വഫർഖദ, ചന്ദ്രനെയും അതേപോലെ തന്നെ ഫർഖദ്, ഫർഖദ് എന്ന ധ്രുവനക്ഷത്രം, ധ്രുവനക്ഷത്രത്തെയും നാണിപ്പിക്കുന്ന രീതിയിലുള്ള മുഖത്തോടു കൂടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, വളരെ ചുരുക്കി ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാനിൻ, പൂർണ്ണ ചന്ദ്രനുള്ള ഒരു രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കാണുകയാണ്. എങ്ങനെ കാണുന്നതെന്നറിയോ? ഫജഅൽതു അൻദുറു ഇലൈഹി വഇലൽ ഖമരി ഫലഹു ഇൻദി അഹ്സനു മിനൽ ഖമർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും അതേപോലെ തന്നെ ചന്ദ്രനിലേക്കും ഞാൻ മാറി മാറി നോക്കി. പക്ഷേ ചന്ദ്രനേക്കാൾ എനിക്ക് സൗന്ദര്യം തോന്നിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യത്തിൻ്റെ ഉടമയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഈ വരിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലേ, മുത്തുനബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പൊക്കെ ചന്ദ്രനിക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു. ഇരുട്ടത്ത് നടക്കുന്ന ആളുകൾക്ക് വെളിച്ചേകാൻ എനിക്ക് കഴിയുന്നൊരു ചെറിയൊരു അഹങ്കാരത്തിൻ്റെ പൊടിവെള്ളം ഉണ്ടായിരുന്നു. അത് പറയുന്നില്ലെങ്കിലും ഉള്ളിലൂടെ, അതൊരു ലിമ്നിലൂടെ പറയുന്നുണ്ട്. ഇരുട്ടത്ത് വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ, ഒരു ഉള്ളിലൂടെ പറച്ചിൽ ചന്ദ്രനിക്കുണ്ട്. അപ്പോൾ ആ ചന്ദ്രനെ വരെ നാണം കിട്ടുപോയി. അതിനേക്കാൾ വലിയ പ്രകാശമാണല്ലോ തങ്ങൾ. ആ ചന്ദ്രനിക്ക് വെളിച്ചം കൊടുക്കുന്നത് സൂര്യൻ ആണെന്നാണ് സയൻസ് പറയുന്നത്. ഫൽസഫയിലും ഹിക്മത്തിൻ്റെ കിതാബൊക്കെ എടുത്തു നോക്കിയാൽ അത് കൃത്യമായി മനസ്സിലാകും. അതിന് ചഹവീനിയും തശ്രീഫുൽ അഫ്ലാഖൊക്കെ എടുത്തു നോക്കിയാൽ അത് വ്യക്തമാകും. അത് മോഡേൺ സയൻസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ചന്ദ്രനിൽ നിന്നാണ്, അല്ല സൂര്യനിൽ നിന്നാണ് ഈ ചന്ദ്രനിക്ക് പ്രകാശം ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ആ സൂര്യനിക്ക് പ്രകാശം ലഭിച്ചിട്ടുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറിൽ നിന്നാണ്. അപ്പോൾ ഏത് നൂറിനായിരിക്കും പവർ എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അത് മുത്തുനബി തങ്ങളുടെ നൂറിനായിരിക്കും. അതേപോലെ നുബുവത്ത് ലഭിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ ഹിജറ പാലായനം ചെയ്യുന്നത്, അതേപോലെ തന്നെ മദീനയിലേക്ക് പ്രവേശിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്, ഇതെല്ലാം റബീഉൽ അവ്വൽ തിങ്കളാഴ്ചയിലായിരുന്നു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. മുത്തുനബി തങ്ങളോട് ചോദിച്ചു, തങ്ങളെ തിങ്കളാഴ്ച നോമ്പ് വെക്കുന്നത് ഇപ്പം എന്തിനാ? തിങ്കളാഴ്ച നോമ്പിനെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഞാൻ ആ ദിവസത്തിൽ ജനിച്ചതാണ്, എൻ്റെ ജനനം ഒന്നായിരുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഹാനായ ഖസ്തല്ലാനി ഇമാം തൻ്റെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന് പറയുന്ന വലിയ പ്രശസ്തമായ ഗ്രന്ഥമാണ്. അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അന്ന ലൈലത്തെ മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തുടങ്ങിയിട്ട് ഒരു കുറേ ഭാഗം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ ദിവസം ഉണ്ടല്ലോ, അത് ലൈലത്തുൽ ഖദറിനേക്കാൾ പോരിശയുള്ളതാണ്. 3 കാരണങ്ങൾ വെച്ചുകൊണ്ട് മഹാനായ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു തൻ്റെ വാദത്തെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒന്നാമത്തത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ വെളിവാകൽ ആ രാത്രിയിലാണ് സംഭവിച്ചിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് ആലമുൽ അർവാഹിൽ നിന്നും ആലമുൽ അജ്സാദിലേക്ക് വരുന്നത് ആ രാത്രിയിലാണ്, ആ പ്രഭാതത്തിലാണ്, ആ രാവിലാണ്. എന്നാൽ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട സമ്മാനമാണ്. അപ്പോൾ നൽകപ്പെട്ടതിനേക്കാൾ ശ്രേഷ്ഠമാണല്ലോ നൽകപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്, അല്ലേ? ഞാനൊരു സമ്മാനം കൊടുത്താൽ ആ സമ്മാനത്തിനേക്കാൾ ശ്രേഷ്ഠമല്ലേ ആ വ്യക്തി എന്നുള്ളത്? അങ്ങനെയല്ലേ? അപ്പോൾ അതുകൊണ്ട് മുത്തുനബി തങ്ങൾ ജനിച്ച രാത്രിയാണ് ഏറ്റവും പോരിശ എന്ന് മഹാനായ ഇമാം ഖസ്തല്ലാനി പറയാണ്. രണ്ടാമത്തെ തെളിവ് പറയുന്നു, ലൈലത്തുൽ ഖദർ മലക്കുകളുടെ ഇറക്കം കൊണ്ട് ആദരിക്കപ്പെട്ടതാ. എന്നാൽ മുത്തുനബി തങ്ങൾ ജനിച്ച ആ രാത്രി ഉണ്ടല്ലോ, ആ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആദരിക്കപ്പെട്ടതാണ്. തങ്ങളാണെന്ന് വന്നിട്ടുള്ളത്, തങ്ങളാണ് ഈ ലോകത്തേക്ക് വന്നത്, ആ സാന്നിധ്യം കൊണ്ട് ആദരിക്കപ്പെട്ടതാണ് രണ്ടാമത്തെ തെളിവ് പറയാണ്.
മൂന്നാമത്തതോ ലൈലത്തുൽ ഖദർ ഉമ്മത്തിൻ്റെ മാത്രമുള്ള അനുഗ്രഹം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കൾക്കും അഥവാ റഹ്മത്തുല്ലിൽ ആലമീൻ മുഴുവൻ വസ്തുക്കൾക്കുള്ള അനുഗ്രഹമാണ്. അതിനാൽ അതിൻ്റെ ഉപകാരം കൂടുതൽ വിശാലമാണ് എന്ന് മഹാനായ ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ജനിച്ച ദിവസത്തിന് വലിയ മഹത്വമുണ്ട് എന്നർത്ഥം. അന്ന് മൗലിദ് കഴിക്കണം മറ്റൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിലൊക്കെ വിശദീകരിക്കാം. നമുക്ക് സമയമുണ്ട്. ഈ വരുന്ന റബീഉൽ അവ്വൽ ആകുമ്പോൾ കഴിഞ്ഞാൽ മതിയല്ലോ. അല്ലാഹു തആല ഇതൊക്കെ നിലനിർത്തി തരട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.